കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ചില പാഠങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ ശരീരം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ സൂക്ഷ്മത നമ്മൾ അറിയാൻ അനേക പാഠങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മതയിൽ നമുക്കതിനെ ഗ്രഹിച്ചില്ല എങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന പല ഉപദേശങ്ങളും നമുക്ക് തെറ്റായ ചിന്തയും ധാരണയും നമുക്കുണ്ടാകുവാൻ ഇടവരും. ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും അതിൻ്റെ പല വശങ്ങൾ ചിന്തിക്കുന്നത്. വചനം ജഡമായി തീർന്നതാണ്, വചനം ദൈവമായിരുന്നതാണ്. അപ്പോൾ ദൈവം തന്നെയാണ് വചനം. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരവും ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ന് ലോകത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ മറിയ പ്രസവിച്ചത് ദൈവത്തെയാണെന്ന് വരും. ഒരിക്കലും നമ്മളങ്ങനെ പഠിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു? യേശുവിൻ്റെ ശരീരം ഉളവായതെങ്ങനെ? സാധാരണ മനുഷ്യൻ്റെ ശരീരം ഉളവായതെങ്ങനെ എന്നുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി നമ്മൾ പഠിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യമേ തന്നെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രാപിക്കുന്ന ഭക്ഷണം, അവൻ്റെ വായിൽ കൂടി അവൻ ആ ഭക്ഷണം അവൻ്റെ വയറ്റിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ എത്തിച്ചേരുന്നത് ഭക്ഷണമുണ്ട്, പാനീയങ്ങളുണ്ട്, മറ്റ് പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കുന്നത് അറിയണമെങ്കിൽ ഭക്ഷണത്തെ ആദ്യം നമുക്ക് വിഭാഗിച്ച് പഠിക്കാം. ഒന്നാമത്തെ തന്നെ സാധാരണ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. രണ്ടാമത്തത് ശുശ്രൂഷയാൽ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, അതായത് തിരുവത്താഴ ശുശ്രൂഷ, പഴയ നിയമത്തിൽ കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. മൂന്നാമത്തത് മലിനമായ ഭക്ഷണം. ദൈവസഭയ്ക്ക് ദൈവം അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാണ് വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, രക്തം. നാലാമത്തെ ഭക്ഷണമാണ് വിഷം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വിഷം ചെന്നാൽ ആ വിഷം എങ്ങനെ ആയിത്തീരും, അതെങ്ങനെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ പരിണമിക്കുന്നത് എന്നുള്ളത്. അഞ്ചാമത്തതാണ് സ്വർഗീയ ഭക്ഷണം. അതാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത മന്ന. അപ്പോൾ ഭക്ഷണത്തെ ഈ 5 ഭാഗമായിട്ട് നമ്മൾ തിരിച്ച് പഠിക്കുകയാണ്. ഒന്ന് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ഭക്ഷണം, 2 ഭൂമിയിൽ സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം, 3 ശുശ്രൂഷയാലുള്ള ഭക്ഷണം, 4 അരുതെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ, മലിനപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ, 5 വിഷം. ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണത്തെ, ആഹാരത്തെ, അല്ലെങ്കിൽ അകത്തേക്ക് അവർ ഭക്ഷിക്കുന്ന ഭക്ഷണത്തെ 5 വിഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് സാധാരണ ഭക്ഷണം. സാധാരണ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു പക്ഷേ ചായ കുടിക്കും, അതിനോട് അപ്പോൾ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും, വൈകിട്ട് എന്തെങ്കിലും കഴിക്കും. അങ്ങനെ നമ്മുടെ ഉപജീവനം കഴിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണം. യേശുവിനെ സംബന്ധിച്ച് ഇത് ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ആവശ്യമായിരുന്നു. അവൻ വിശന്നവനാണ്, ദാഹിച്ചവനാണ്, തളർന്നവനാണ്. അവൻ സാധാരണ നമ്മെപ്പോലെ ഒരു മനുഷ്യനാണ്, പാപമില്ലെന്ന് മാത്രം. തീർത്തും അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു എന്നാണ് വചനം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് അവൻ സാധാരണ ഭക്ഷണം കഴിച്ച് വളർന്നവനാണ്. രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സ്വർഗീയ ഭക്ഷണമാണ്. സ്വർഗീയ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്നയാണ്. മന്ന സ്വർഗത്തിൽ നിന്ന് കർത്താവ് പൊഴിച്ചു കൊടുത്തു എന്ന് നമ്മൾ പഠിക്കുന്നു. അത് ഇസ്രായേൽ മക്കൾ അത് ഭക്ഷിച്ചു, അങ്ങനെ അവർ ജീവിച്ചു. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് യേശു സാധാരണ ഭക്ഷണം കഴിച്ച് വളർന്നു, അങ്ങനെ വളർന്നതാണ് യേശുവിൻ്റെ ശരീരം. പത്രോസ് സാധാരണ ഭക്ഷണം കഴിച്ചു, അങ്ങനെ വളർന്നതാണ് പത്രോസിൻ്റെ ശരീരം. യൂദ
ഇവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അവൻ്റെ ശരീരവും അതിനോടൊപ്പം വളർന്നതാണ്. അപ്പോൾ ഈ 3 ശരീരവും ഒപ്പം വളർന്നതാണ്. ഇതിൽ യേശുവിൻ്റെ ശരീരം അങ്ങോട്ട് പോയി, സംശയം വേണ്ട. അവൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പോയിരിക്കുന്നു. ആ ശരീരം എവിടെ നിന്നുണ്ടായി? തേജസ്കരിക്കപ്പെട്ടതാ ശരീര. ശരി, സമ്മതിച്ചു. തേജസ്കരിക്കപ്പെട്ട പഴയ ശരീരം പോയോ? പോകേണ്ട ആവശ്യമില്ല, അത് വിശുദ്ധമാണ്. ഈ ശരീരം എങ്ങനെ ഉളവായി തീർന്നു? ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഒരു ഭക്ഷണം ഒരേപോലെ ഭക്ഷണം കൊണ്ടുവന്നതിന് ശേഷം അതിലൊരു ഭാഗം പത്രോസ് കഴിച്ചു, ഒരു ഭാഗം യൂദ കഴിച്ചു, ഒരു ഭാഗം യേശു കഴിച്ചു. യേശുവിൻ്റെ ശരീരത്തിൽ വന്ന ഭക്ഷണം അത് പരിണമിച്ച് അവൻ്റെ ശരീരമായി തീർന്നു. അത് തേജസ്കരിക്കപ്പെട്ട് സിംഹാസനത്തിൽ പോയിരുന്നു. പത്രോസ് കഴിച്ച ഭക്ഷണം അത് അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ശരീരമായി തീർന്ന് അത് ഇന്ന് തേജസ്കരിക്കപ്പെട്ടില്ല. അത് ഇന്ന് ഭൂമിയിലുണ്ട്, അടക്കം ചെയ്തിരിക്കുക. അത് തേജസ്കരിക്കപ്പെട്ട് നാളെ പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റുമുള്ള സിംഹാസനത്തിൽ ഒന്നിൽ പോയിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി യൂദായുടെ ശരീരം നമുക്കറിയാം. അവൻ കെട്ടിഞ്ഞാണ് ചത്ത് കളഞ്ഞു. കർത്താവിനെ ക്രൂശിച്ചു, താൻ കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞു എന്ന് ബോധ്യം വന്ന് അവനെ ശത്രു വഞ്ചിച്ച് അവൻ സ്വയം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ കെട്ടിഞ്ഞാൻ ചത്തവൻ അവിടെ നിന്ന് കയറ് പൊട്ടി താഴ്ത്തു വീണു, കുടലെല്ലാം തുറച്ചുപോയി. അങ്ങനെ അവൻ്റെ ശരീരം കൊണ്ടുപോയി മണ്ണിലടക്കം ചെയ്തിരിക്കുന്നു. നാളെ പുനരുദ്ധാനത്തിങ്കിൽ അവനും ഒരു ശരീരം കിട്ടും. ആ ശരീരവുമായിട്ട് പാതാളത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും, അല്ലെങ്കിൽ തീപ്പൊയ്കയിലേക്ക് പോകും. അപ്പോൾ ഒരാളുടെ ശരീരം സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു. ഒരാളുടെ ശരീരം ന്യായവിധിക്കുള്ള സിംഹാസനത്തിൽ ഒന്നിലിരിക്കുന്നു. ഒരാളുടെ ശരീരം തീയിൽ പോയി കിടക്കുന്നു. ഈ 3 പേരും കഴിച്ച ഭക്ഷണം ഒരേപോലെയുള്ള ഭക്ഷണമാണ്. യേശുവിന് പ്രത്യേകത്തിൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൊണ്ടുവന്നതിന് ശേഷം ഒരുപോലെ ഭക്ഷണം കഴിച്ച് ഒരുപോലെ വളർന്നവരാണവർ. ഭക്ഷണമാണ് അവരുടെ 3 പേരുടെയും ശരീരത്തിൻ്റെ ആധാരം. എന്നാൽ യേശുവിൻ്റെ ശരീരം മാത്രം അവിടെ ചെന്നു. പത്രോസിൻ്റെ ശരീരം സിംഹാസനത്തിൽ ചെന്നു, ന്യായവിധിക്കുള്ള സിംഹാസനത്തിൽ ചെന്നു. പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, പുനരുദ്ധാനത്തിൽ നിങ്ങൾ 12 പേർ ഇരുന്ന് സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 12 ഒരു സിംഹാസനത്തിൽ പത്രോസ് ചെന്നു. ഒരുവനാകട്ടെ അവൻ കർത്താവിന് ഒറ്റുകൊടുത്ത് അവൻ നാശത്തിലേക്ക് പോയി, തീയിൽ പോയി കിടക്കുന്നു. അപ്പോൾ ഈ 3 ശരീരത്തെ 3 തരമാക്കിയത് ആരാ? ഈ ശരീരത്തെ 3 തരമാക്കിയത് അവിടെയാണ് നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ 3 ശരീരത്തെയും ഈ 3 ആക്കി തീർത്തത് അവരുടെ മനസ്സാണ്. എന്താണ് മനസ്സിൻ്റെ പ്രത്യേകത? മനസ്സിൽ ദുഷ്ടത വെച്ച് ഭക്ഷണം കഴിക്കുന്നവൻ അവൻ്റെ ശരീരത്തെ വിഷമാക്കി തീർക്കുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഭക്ഷണം കഴിക്കുന്നവൻ അവൻ്റെ ശരീരത്തെ വിശുദ്ധമാക്കി തീർക്കുന്നു. കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നവൻ അവൻ്റെ ശരീരം ദൈവത്തിൻ്റെ ശരീരമായി, ദൈവത്തിൻ്റെ ശവമായി തീർന്ന് ദൈവം സൂക്ഷിച്ച് നാളെ പുനരുദ്ധാനത്തിങ്കിൽ അവന് വിശുദ്ധമായൊരു ശരീരം കൊടുക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ്, 3 ശരീരത്തിൻ്റെ അവസ്ഥയാണ്. യേശുവിൻ്റെ ശരീരം ഇങ്ങനെ വളർന്നിട്ട് ഇത് 3നും മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിന് വൈവിധ്യം കൊടുക്കുന്നത് അവരുടെ മനസ്സാണ്. മനസ്സിൽ ഏറ്റവും പവിത്രമായ മനസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഏറ്റവും ദോഷമായ മനസ്സെന്ന് പറയുന്നത് ദുഷ്ടതയിൽ തികഞ്ഞ മനസ്സാണ്. അതായത് ദുർമനസാക്ഷിയിൽ ഏറ്റവും ഇരുട്ടിൽ കിടക്കുന്ന മനസ്സാണ്. എന്നാൽ ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ്റെ മനസ്സെന്ന് പറയുന്നത് അവന് ഭാഗികമായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിലും ഭാഗികമായിട്ട് ജലത്തിൻ്റെ മനസ്സുമുണ്ട്. അതുകൊണ്ട് അവൻ മരിക്കുമ്പോൾ, പത്രോസിൻ്റെ ശരീരത്തെ ദൈവം സൂക്ഷിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പത്രോസിൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ മൃതന്മാർ എഴുന്നേൽക്കും, എൻ്റെ ശവങ്ങൾ ജീവൻ പ്രാപിക്കും. എൻ്റെ ശവങ്ങൾ, അതായത് ദൈവത്തിൻ്റെ ശവമാണ് പത്രോസിൻ്റെ ശരീരം.
നാശത്തിലേക്ക് പോകുന്ന ശരീരമാണ് യൂദായുടെ ശരീരം. ദൈവത്തിൻ്റെ തന്നെ ശരീരമാണ് യേശുവിൻ്റെ ശരീരം. ഈ 3 കാറ്റഗറിയാണ്. ഒന്ന്, യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് വചനത്തിലുള്ളതുപോലെ ക്രിസ്തു യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശരീരം തന്നെയാണ്. പത്രോസിൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് വിശുദ്ധ ശരീരമാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശവങ്ങളെന്നാണ് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്. യൂദയുടെ ശരീരം എന്ന് പറയുന്നത് ദൈവം തള്ളിക്കളഞ്ഞവൻ്റെ ശപിക്കപ്പെട്ട ശരീരമാണ്. ഇത് 3 പോകുന്നത് 3 സ്ഥലത്താണ്. ഇത് 3നെയും 3 തീർത്തത് ഒന്ന് ക്രിസ്തുവിൻ്റെ മനസ്സ്, ഒന്ന് ക്രിസ്തുവിൻ്റെ മനസ്സ് ഭാഗികമായിട്ട്, ഒന്ന് ദുഷ്ടൻ്റെ മനസ്സ്, ദുഷ്ടതയിൽ തികഞ്ഞവൻ്റെ മനസ്സ്. അപ്പം മനസ്സ്, ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടുവീൻ. കാരണം മാനസാന്തരം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യത്തിൽ ഒന്ന് ഇതാണ്. എന്താണ്? ദിനം പ്രതി അവൻ കഴിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്ന ഭക്ഷണവും ജ്ഞാനവും. ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ദിനം പ്രതി അവൻ കഴിക്കുന്ന ഭക്ഷണം ഈ ലോകത്തിൽ അധിക മനുഷ്യരുടെയും ഹൃദയത്തിൽ, അവരുടെ ശരീരത്തിൽ വിഷമായി തീരുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഹൃദയത്തിൽ മനസ്സിൽ ദുഷ്ടത വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ശരീരം വിഷമായി തീരും. ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിച്ച്, മാനസാന്തരത്തിൽപ്പെട്ട് ക്രിസ്തുവിൻ്റെ മനസ്സിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ അവൻ്റെ ശരീരം വിശുദ്ധമായി തീരും. അശേഷം ജഡമനസ്സില്ലാതെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സിനാൽ അവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരം പരിശുദ്ധമായി തീരും. പരിശുദ്ധമായി തീർന്ന മനസ്സ്, പരിശുദ്ധമായി തീർന്ന ശരീരം യേശുവിൻ്റേത്. വിശുദ്ധമായി തീർന്ന ശരീരം പത്രോസിൻ്റേത്. വിഷമായി തീർന്ന ശരീരം യൂദയുടേത്. വിഷമായി തീർന്ന യൂദയുടെ ശരീരം തീയിലേക്ക് പോയി. വിശുദ്ധമായി ആയത് ദൈവം സൂക്ഷിച്ച് ന്യായവിധിക്കുള്ള സിംഹാസനത്തിലേക്ക് കൊണ്ടുപോയി. ശ്രേഷ്ഠമായി തീർന്നും പരിശുദ്ധമായി തീർന്ന ശരീരം ദൈവത്തിൻ്റെ ശരീരമായി തന്നെ ദൈവം അംഗീകരിച്ച് ദൈവിക സിംഹാസനത്തിലേക്ക് എടുത്തുനിന്ന് അവിടെ ഇരിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റം വരുത്തണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മാനസാന്തരപ്പെടുവീൻ. മനസ്സിൻ്റെ അന്തരം വേണം. കാരണം പഴയ ദുർമനസ്സ് തീർത്തും മാറണം. ക്രിസ്തുവിൻ്റെ മനസ്സാക്ഷി പ്രാപിച്ചു കൊള്ളണം. കാരണം നമ്മൾ പ്രാപിക്കുന്നത് ഓരോന്നും വിശുദ്ധമായി തീരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സില്ലാതെ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്തവൻ ഒരിക്കലും തൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2:16 പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നാണ്. ഒരിക്കലും ഹൃദയത്തിൽ ദോഷകരമായിട്ട് ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടോ വിചാരിച്ചുകൊണ്ടോ ധ്യാനിച്ചുകൊണ്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എപ്പോഴും ഈ മനസ്സിനെ ഉണർത്തിക്കൊള്ളണം. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ വചനവും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ പറഞ്ഞ വചനവും നിങ്ങളെ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഞാൻ ഉണർത്തുന്നു. ഈ പരമാർത്ഥ മനസ്സ്, അതായത് ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ വേണം ഭക്ഷണം കഴിക്കാൻ. ഈ പരമാർത്ഥ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ വേണം നമ്മൾ ദാനം ചെയ്യാൻ. ഈ പരമാർത്ഥ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ വേണം നമ്മൾ ആരാധിക്കാൻ. ഈ പരമാർത്ഥ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. എന്നാൽ എപ്പോഴും അത് സാധിക്കാറില്ല. പലപ്പോഴും അതങ്ങ് കെട്ടുപോകും. കാരണം നമ്മുടെ ശരീരത്തിൽ കൂടി ആത്മാവിനോട് ജഡമോഹമിട്ട് ശത്രു പോരാടിക്കൊണ്ടിരിക്കുക. ആ പോരാട്ടത്തിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകും. അപ്പോൾ ജഡമനസ്സ് ഉണരും, പരമാർത്ഥ മനസ്സ് താണുപോകും. ആ സമയത്ത് ചെയ്യുന്നത് ദൈവത്തോട് ദ്രോഹമായിരിക്കും. ഓർക്കണം, യേശുവിൻ്റെ ശരീരം, പത്രോസിൻ്റെ ശരീരം, യൂദായുടെ ശരീരം. 1 പരിശുദ്ധം, 2 വിശുദ്ധം, 3 വിഷം. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
നിൻ്റെ കുടലിൽ നിൻ്റെ ആ ഭക്ഷണം പരിണമിച്ച് അത് സർപ്പവിഷമായി തീരും. സർപ്പവിഷമായി തീരും. അതുപോലെയാണ്. യൂദാ വിഷമാണ്, പത്രോസ് വിശുദ്ധനാണ്, യേശു പരിശുദ്ധനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.